ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു ധർണാ സമരത്തിലാണ്, തെരുവിലാണ് അവർ സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ CBI, സമരത്തിൻ്റെ മറ്റൊരു പക്ഷത്ത് നിൽക്കുന്ന CBI കോടതിയിലാണിപ്പോൾ നിൽക്കുന്നത്. കോടതിയിൽ നിന്ന് എന്ത് നിലപാടാണ് ഇന്ന് ലഭിക്കുക എന്ന് ഉറപ്പില്ലാതെ കോടതിയെ ആശ്രയിച്ച് CBIയുടെ കേന്ദ്ര നേതൃത്വം നിൽക്കുന്നു. ഒപ്പം ഇന്നലെ പാർലമെന്റ് സ്തംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ബംഗാളിൽ നടക്കുന്ന ആ സമരം ഒരു ദേശീയ വാർത്തയായി പരിണമിച്ചിരിക്കുന്നു. ഇന്നലെ തുടങ്ങിയ ആ വാർത്താ പ്രവാഹം ഇന്നും തുടരുകയാണ്. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. രാഷ്ട്രീയ യുദ്ധം എന്ന ശീർഷകമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവഗതികൾക്ക് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇന്നലെ നടന്ന സമരങ്ങൾ ഇന്നാകുമ്പോഴേക്കും ഒരു യുദ്ധമായിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന യുദ്ധം. ആ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ വായിക്കാൻ നമുക്ക് പത്രങ്ങൾ തരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവഗതികൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയല്ല. CBIയും ഒരു സംസ്ഥാന പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പരിണിതി എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. എങ്കിലും എല്ലാം തൂങ്ങി നിൽക്കുന്നത് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആര് ജയിക്കാൻ പോകുന്നു, ആരാണ് തോൽക്കാൻ പോകുന്നത്, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ദിവസമാണിന്ന്. അതിൻ്റെ തീരുമാനം വലിയൊരളവോളം സുപ്രീം കോടതിയിൽ നിന്നാണ് വരാനും പോകുന്നത്. അതുകൊണ്ട് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ഒരു ദിനമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി തരുന്നത് കാണുക. TS കാർത്തികേയൻ കൽക്കത്തയിൽ നിന്നാണ് മാതൃഭൂമിയിലേക്ക് ആ വാർത്ത എത്തിക്കുന്നത്. ശാരദാ ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള CBI നീക്കത്തെ ചെറുത്ത് മമതാ ബാനർജി കൽക്കത്തയിൽ ആരംഭിച്ച ധർണ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ യുദ്ധമായി മാറുന്നു. സമരം നരേന്ദ്രമോദിക്കെതിരാണെന്ന് മമത വ്യക്തമാക്കിയതിനൊപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കൾ മമതയ്ക്ക് പിന്തുണയുമായി എത്തി. ഭരണഘടനാ സംവിധാനത്തെയും ഫെഡറൽ വ്യവസ്ഥയെയും തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് മമത ഞായറാഴ്ച രാത്രി ആരംഭിച്ച പ്രതിഷേധ ധർണ കൽക്കത്തയിൽ തുടരുകയാണ്. തിങ്കളാഴ്ച നടന്ന സംസ്ഥാന ബജറ്റ് അവതരണത്തിൽ പോലും പങ്കെടുക്കാതെയാണ് മമത ധർണ തുടരുന്നത്. വെള്ളിയാഴ്ച വരെ സമരം തുടരാനാണ് പരിപാടി. മുഖ്യമന്ത്രി ധർണയിരിക്കുന്ന അപൂർവ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സംഘർഷം മൂർച്ഛിക്കാനുള്ള സാധ്യത ഏറുകയും ചെയ്തു. വെള്ളിയാഴ്ച വരെയാണ് ധർണയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ച RJD നേതാവ് തേജസ്വി യാദവ്, DMK നേതാവ് കനിമൊഴി ഇവർ മമതയെ സന്ദർശിച്ചു. അരവിന്ദ് കെജ്രിവാൾ കൊൽക്കത്തയിൽ എത്തുമെന്നറിയിച്ചു. TDP നേതാവ് ചന്ദ്രബാബു നായിഡു, DMK നേതാവ് MK സ്റ്റാലിൻ എന്നിവർ ഫോണിലൂടെ ഐക്യദാർഢ്യം അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മമതയ്ക്ക് പിന്തുണ അറിയിച്ചെങ്കിലും കൽക്കത്തയിൽ നേരിട്ടെത്തിയേക്കില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് മാനിച്ചാണിത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും മമതയ്ക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. വിധിനിർണായകമായ ദിവസം സുപ്രീം കോടതിയിൽ ഇന്നാണ്. ആ വാർത്തയും ഒരു ബോക്സ് ന്യൂസിലൂടെ മാതൃഭൂമി എന്ന് തരുന്നു. ഒന്നാം പേജിൽ തന്നെ ഷൈൻ മോഹനാണ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത എത്തിക്കുന്നത്. വാർത്ത ഇപ്രകാരം: കൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ CBIയുടെ പരാതികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച രാവിലെ പരിഗണിക്കും. അതേസമയം കമ്മീഷണർ തെളിവ് നശിപ്പിച്ചെന്ന് വ്യക്തമാക്കുന്ന ഒന്നും തന്നെ CBIയുടെ ഹർജിയിലില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. ബംഗാൾ സർക്കാരോ പോലീസോ തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി സമർപ്പിക്കാം. തെളിവ് നശിപ്പിക്കാൻ വിദൂരമായെങ്കിലും ശ്രമിച്ചവർ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഹർജികൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്നും ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചേക്കാമെന്നും CBI വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. തിങ്കളാഴ്ച തന്നെ കേസ് പരിഗണിക്കണമെന്ന വാദവും തള്ളി. ഇതിനിടെ ബംഗാൾ സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ
അഭിഷേക് മനു സിംഗ്വി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും കോടതി അത് കേൾക്കാൻ തുനിഞ്ഞില്ല. 2 അപേക്ഷകളാണ് CBIക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാതെ കൈമാറണമെന്നാവശ്യപ്പെടുന്നതാണ് ഒന്ന്. സുപ്രീം കോടതിയുടെ വിധിയും ഉത്തരവുകളും ലംഘിച്ചുവെന്ന് കാട്ടിയുള്ള കോടതിയലക്ഷ്യ ഹർജിയാണ് രണ്ടാമത്തേത്. ഈ 2 ഹർജികൾ ഇന്ന് പരിഗണിക്കപ്പെടുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമം അത് നേരിട്ടോ പരോക്ഷമായോ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അതൊരു മാരക പ്രഹരമായി മമതയ്ക്ക് മാറിയേക്കാം. ഇനി അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ തെളിവൊന്നും ഹാജരാക്കാൻ CBIക്ക് സുപ്രീം കോടതിയിൽ തെളിവ് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന് ആ പ്രഹരം മാരകമായി ഭവിക്കും. ആർക്കാണ് അക്കാര്യത്തിൽ മുൻതൂക്കം ലഭിക്കാൻ പോകുന്നത് എന്നതിനെ ആസ്പദിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കപ്പെടുക. ശാരദ ചിട്ടി ഫണ്ട്, റോസ് വാലി ചിട്ടി ഫണ്ട് കേസുകൾ, ആ കേസുകളെ മുൻനിർത്തിയാണ് ഈ സംഭവഗതികൾ മുഴുവൻ ഇപ്പോൾ അരങ്ങേറുന്നത്. വളരെ പഴയ ഒരു കേസാണ്. ആ കേസുമായി ബന്ധിപ്പിച്ച് സംഭവഗതികൾ അരങ്ങേറുമ്പോൾ ഇന്ന് സിറാജ് എന്ന പത്രം ഒന്നാം പുറത്ത് എന്താണ് ഈ ശാരദ കേസ്, എന്താണ് റോസ് വാലി സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ തരുന്നത് നോക്കുക. വലിയ ലാഭം നൽകാമെന്ന ഉറപ്പിൽ കോടികളുടെ നിക്ഷേപം ശാരദ ഗ്രൂപ്പ് നിരവധി ആളുകളിൽ നിന്നായി സ്വീകരിച്ചു. 200 സ്വകാര്യ കമ്പനികളുടെ കൂട്ടുകെട്ടായിരുന്നു ശാരദ ഗ്രൂപ്പ്. രാഷ്ട്രീയ ബന്ധമായിരുന്നു ഇവരുടെ പിൻബലം. എന്നാൽ 2013 ഏപ്രിൽ കമ്പനി പൊളിഞ്ഞു. തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസ് സംസ്ഥാന പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിച്ചു. 2014 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേസ് CBI ഏറ്റെടുത്തു. ഒറീസ, ആസാം, ജാർഖണ്ഡ്, ത്രിപുര സംസ്ഥാനങ്ങളിലും ശാരദ ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തിയിരുന്നു. ശാരദ തട്ടിപ്പിനേക്കാൾ വ്യാപ്തിയുള്ളതായിരുന്നു റോസ് വാലിയുടേത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണക്കനുസരിച്ച് പശ്ചിമ ബംഗാൾ, ആസാം, ബീഹാർ സംസ്ഥാനങ്ങളിലെ നിക്ഷേപകരിൽ നിന്ന് 15,000 കോടി രൂപയാണ് റോസ് വാലി ഗ്രൂപ്പ് ശേഖരിച്ചത്. ഇതും പൂട്ടിയതോടെ നിക്ഷേപകർക്ക് പണം നഷ്ടമായി. 2 കേസുകളിലും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ആരോപണ വിധേയരാണ്. ഈ കേസുകൾ ആദ്യം അന്വേഷിച്ച് പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോഴത്തെ കൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറായ രാജീവ് കുമാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന് CBI പേർത്തും ആലോചിച്ചിട്ടുള്ളത്. CBI കത്തുകൾ അയച്ചിരുന്നു, അദ്ദേഹത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻ ചെയ്തുകൊണ്ട് കത്തയച്ചിരുന്നു. ആ കത്തുകൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് CBI പറയുമ്പോൾ അയച്ച കത്തുകളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് ഇന്നലെ പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിലൂടെ പറയുകയുണ്ടായി. കത്ത് അയച്ചു എന്ന് പറയുന്ന ആ ഡേറ്റിന് എത്രയോ മുമ്പ് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപഹാസ്യമായിരുന്നു ആ ആവശ്യപ്പെടൽ. കുറഞ്ഞത് 2 തവണയെങ്കിലും ഇത്തരം അപഹാസ്യമായ ആവശ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അത്രയേ താല്പര്യമേ കാണിക്കുന്നുള്ളൂ ഈ കേസിൽ CBI എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും ശാരദാ ചിട്ടി ഫണ്ടിനെ പറ്റി ഇന്ന് മനോരമയും വാർത്തകൾ തരുന്നുണ്ട്. മനോരമ തരുന്നത് ശാരദാ ചിട്ടി കേസ് 35,000 കോടിയുടെ തട്ടിപ്പ് എന്നാണ് മനോരമ പറയുന്നത്. വിശദാംശങ്ങൾ തന്നിട്ടില്ലെങ്കിലും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 2 തട്ടിപ്പ് കേസുകളിലായി 23,000 കോടി രൂപയുടെ തട്ടിപ്പാണെങ്കിൽ ഇന്ന് മനോരമ പറയുന്ന കണക്ക് 35,000 കോടി എന്നാണ്. ഈ തട്ടിച്ച പണം വലിയൊരളവോളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ കൈപ്പറ്റി എന്നാണ് ആക്ഷേപം. അങ്ങനെ കൈപ്പറ്റിയ നേതാക്കൾ അവതാളത്തിലായപ്പോൾ അവർ കൂട്ടമായി, ആ നേതാക്കൾ തന്നെ, അതിൽ MP-മാരുണ്ട്, മന്ത്രിയുണ്ട്, അവർ കൂട്ടമായി BJP-യിലേക്ക് ചേർന്ന് തടി തപ്പാൻ നോക്കുകയും BJP അക്കാര്യത്തിൽ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ശാരദാ ചിട്ടി ഫണ്ട് കേസ് 17 ലക്ഷം ബംഗാളികളെ തട്ടിച്ച കേസ്, ആ കേസിന്റെ കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസും BJP-യും ഒരുപോലെ തട്ടിപ്പുകാർക്കൊപ്പം നിലപാടെടുത്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വാർത്ത കാണുക. നേർക്കാഴ്ച പേജിൽ മനോരമ തരുന്നു. ശാരദാ ചിട്ടി ഫണ്ട്, റോസ് വാലി തുടങ്ങിയ പേരുകളിൽ ബംഗാൾ, ഒറീസ, ത്രിപുര, ബീഹാർ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച 200-ലധികം കമ്പനികൾക്ക് 25 ലക്ഷത്തിലധികം നിക്ഷേപകരിൽ നിന്നായി 35,000 കോടിയോളം രൂപ പിരിച്ചു തട്ടിപ്പ് നടത്തിയെന്നാണ് വിലയിരുത്തൽ. വൻ സ്രാവുകൾ ഇക്കാര്യത്തിൽ വലയിലുണ്ട്. ബംഗാൾ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കൾ 2013 നവംബറിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് MP-മാരായ കുനാൽ ഘോഷ്, ശ്രീൻജോയ് ബോസ്, മമതാ ബാനർജി,
മന്ത്രിസഭയിലെ സ്പോർട്സ് ഗതാഗത മന്ത്രി മദൻ മിത്ര, ഫുട്ബോൾ ക്ലബ് ഉടമ ബേബ്രത സർക്കാർ എന്നിവരാണ് അറസ്റ്റിലായത്. ആ നിലയ്ക്ക് വലിയ വലിയ ആളുകൾ ഇടപെട്ടൊരു കേസാണ്. 2014 CBI കേസ് അന്വേഷിക്കാൻ രംഗത്ത് വന്നത്. CBI കേസ് അന്വേഷിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷിക്കുന്നത്, മേൽനോട്ടത്തിലല്ല. നിർദ്ദേശപ്രകാരം അന്വേഷിക്കുന്നത് കൊണ്ട് CBIക്ക് സംസ്ഥാനത്തെ ഏത് ഓഫീസറെയും ചോദ്യം ചെയ്യാം. അതാണ് CBIയുടെ നിലപാട്, ന്യായം. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലല്ലാത്തത് കൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും അധികാരമില്ല. കോടതിയിലൂടെ, സുപ്രീം കോടതിയിലൂടെ CBIക്ക് കേസ് എത്തിയെന്നേ ഉള്ളൂ. സുപ്രീം കോടതി മേൽനോട്ടം വഹിക്കുന്ന കേസല്ല ഇത്. അതുകൊണ്ട് ആരെയും ചോദ്യം ചെയ്യാമെന്ന ധാരണ തെറ്റാണ് എന്ന നിലപാട് സംസ്ഥാന സർക്കാരും എടുത്തിരിക്കുന്നു. ഇനി എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? മനോരമ പറയുന്നത് കാണുക. ഭരണഘടനയും രാജ്യവും രക്ഷിക്കപ്പെടും വരെ സത്യാഗ്രഹം തുടരുമെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ നടപ്പാക്കി കൊടുക്കാൻ പറ്റാത്തതും തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുവയും ഉള്ള ആവശ്യമാണിത്. കൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ CBIയുമായി സഹകരിക്കണമോ എന്നോ കീഴടങ്ങണമെന്നോ സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചാൽ മമത വെട്ടിലാവുന്ന സ്ഥിതിയാണ്. എന്നാൽ രാഷ്ട്രപതി ഭരണത്തിന് അവിടെ സാധ്യതയില്ല എന്ന നിരീക്ഷണം കൂടി നടത്തുന്നുണ്ട് മനോരമ. അടുത്ത നീക്കം ഇന്നറിയാം. CBIയുടെ നടപടി രാഷ്ട്രീയമായി എതിർക്കപ്പെടുമ്പോഴും ചിട്ടിക്കേസുകളിലെ വസ്തുതകൾ മമതയ്ക്ക് അനുകൂലമല്ല എന്നതാണ് സ്ഥിതി. തൃണമൂലിന്റെ ഏതാനും MPമാർ അറസ്റ്റിലായപ്പോൾ പോലും മമത ഇത്രയും പ്രതികരിച്ചിട്ടില്ല. ഒരു പോലീസ് കമ്മീഷനെ സംരക്ഷിക്കാൻ ഇത്ര വ്യഗ്രത കാണിക്കുന്നെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് BJPയുടെ വാദം. മമതയും ചില ബന്ധുക്കളും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. ഏതായാലും BJPയിലേക്ക് ചേർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തൃണമൂലിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്ന നേതാക്കൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ BJPയും തൃണമൂലും ഒക്കെ തട്ടിപ്പുകാരുടെ പൊതുപട്ടികയിൽ പെടുന്നവർ തന്നെയാണെങ്കിലും അത്തരമൊരവസ്ഥയാണ് ഉള്ളത് എങ്കിലും ഇതിന് മറുവശമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കേന്ദ്രത്തിന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ എന്ന കാര്യം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേശാഭിമാനി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് നോക്കുക കൗതുകകരമാണ്. കൽക്കത്തയിൽ നടക്കുന്നത് ഈ ഫെഡറലിസ്റ്റിന് വേണ്ടിയുള്ള പ്രക്ഷോഭമൊന്നുമല്ല, മറിച്ച് അതൊരു നാടകമാണ്. ഇരു പാർട്ടികളും ചേർന്ന് നടത്തുന്ന നാടകം BJPയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും. അതുകൊണ്ട് കൽക്കത്തയിലെ സമരവേദി ഒരു നാടകവേദിയാണ്. ദേശാഭിമാനി അത് പറയുന്നത് കാണുക. ആദ്യ വാർത്തയായി തരുന്നു. ഒന്നാം പുറത്തെ ആദ്യ വാർത്ത കൊൽക്കത്ത നാടകവേദി എന്ന ശീർഷകത്തിലാണ് വാർത്ത നമ്മെ തേടിയെത്തുന്നത്. M പ്രശാന്ത് ദില്ലിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: കൊൽക്കത്ത മെട്രോ സിനിമയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി മമതയുടെ സത്യാഗ്രഹം തുടരുകയാണ്. തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗം സത്യാഗ്രഹ വേദിയിൽ നടത്തി നാടകീയ രംഗങ്ങൾക്ക് ആക്കം കൂട്ടി. ബോർഡ് പരീക്ഷ മുൻനിർത്തി 8-ന് സത്യാഗ്രഹം അവസാനിപ്പിക്കും. തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സത്യാഗ്രഹ വേദിയിലുണ്ട്. രാജീവ് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതിനെ BJP ചോദ്യം ചെയ്തു. ഇതൊരു രാഷ്ട്രീയ സമരമല്ലെന്നും സർക്കാർ പരിപാടിയാണെന്നുമാണ് മമതയുടെ വിശദീകരണം. DMK നേതാവ് കനിമൊഴി മമതയെ സന്ദർശിച്ചു തുടങ്ങിയ വാർത്തകൾ ദേശാഭിമാനി തരുമ്പോൾ അത് തീർത്തും ഒരു നാടകവേദി മാത്രമാണ് എന്ന അഭിപ്രായമാണ് ദേശാഭിമാനി നിലനിർത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ സമരവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്തകൾ. ഏതായാലും ഇന്ന് വിധി നിർണായകമായൊരു ദിവസമാണ്. സുപ്രീം കോടതി എന്ത് നിലപാടാണ് അക്കാര്യത്തിൽ എടുക്കുന്നത് എന്ന് ഉച്ചയ്ക്ക് മുമ്പ് നമുക്കറിയാനാകും. ആ നിലപാട് ഈ സമരത്തിൻ്റെ ഗതിവിഗതികളെ തീരുമാനിക്കും. ഒന്നുകിൽ കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാനം, ഏതെങ്കിലും ഒന്ന് മാരക പ്രഹരത്തിന് വിധേയമാകും എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന അനുമാനം എന്നും ഈ വാർത്തകൾ നമ്മോട് പറയുന്നു. ദേശാഭിമാനിയുടെ ഒന്നാം പുറം മറ്റ് വാർത്തകൾ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഒന്ന്, 1 ലക്ഷത്തോളം സർക്കാർ ജോലി, 1 ലക്ഷം സർക്കാർ ജോലി 1000 ദിനം കൊണ്ട് കേരള സർക്കാർ നൽകിയിരിക്കുന്നു, നിയമനം തന്നെ നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ലീഡ് വാർത്തയാണ് ദേശാഭിമാനിയുടെ.
ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 1000 നാൾ പിന്നിടുമ്പോൾ 1,00,000 നിയമനം നടത്തി. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ഇങ്ങനെ: 90,183 പേർക്ക് സർക്കാർ ജോലി, 1000 നാൾ 1,00,000 നിയമനം. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 90,183 പേർക്ക് PSC വഴി നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. വിവിധ വകുപ്പുകളിൽ 18,896 പുതിയ തസ്തികയും സൃഷ്ടിച്ചു. കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കണക്കാണിത്. ഏറ്റവും കൂടുതൽ തസ്തിക സൃഷ്ടിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിനാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. NSSന് എതിരെ കോടിയേരിയുടെ പ്രസ്താവന 1-ാം പേജിൽ ദേശാഭിമാനി നമുക്കത് തന്നിരിക്കുന്നു, കാണുക. NSS നിഴൽ യുദ്ധം നിർത്തണം. ഏതു പക്ഷത്താണ് NSS എന്ന് ആത്മാഭിമാനത്തോടെ അത് വ്യക്തമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ കാണുന്നത്. NSS നിഴൽ യുദ്ധം നിർത്തണം കോടിയേരി. LDFനെതിരെ രാഷ്ട്രീയ നീക്കത്തിനാണ് ശ്രമമെങ്കിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നിഴൽ യുദ്ധം അവസാനിപ്പിച്ച കാര്യം നേരിട്ട് പറയാൻ തയ്യാറാകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിരട്ടൽ വേണ്ട, വളഞ്ഞ വഴിയിലൂടെയുള്ള യുദ്ധവും വേണ്ട. നേർക്ക് നേരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തെയും ഭയമില്ല. അതിനെ നേരിടാനുള്ള കരുത്ത് LDFന് ഉണ്ടെന്നും മാധ്യമ പ്രവർത്തകരോട് കോടിയേരി പറഞ്ഞു. ഒരു ഘട്ടത്തിലും NSSന്റെ പരിലാളനകൾക്ക് വിധേയമായ പ്രസ്ഥാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം. ചില ഘട്ടങ്ങളിലെങ്കിലും NSSന്റെ സമദൂര സിദ്ധാന്തത്തിൻ്റെ പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും നേരിട്ട് UDFനോടുള്ള ഒരു ബന്ധം, ഒരു ആത്മബന്ധമൊന്നും NSSും ഇടതുപക്ഷവും തമ്മിലില്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അദ്ദേഹത്തിന് ആഭിമുഖ്യമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നില്ല. BJPയുടെ ചില സമരപരിപാടികളെ തുറന്ന് അദ്ദേഹം അംഗീകരിക്കുകയും NSS അതിനോടനുബന്ധിച്ച് ഒത്തുനിന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ നിലയ്ക്കല്ലാതെ സ്വന്തമായി രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എങ്കിൽ മുമ്പ് NDP ഉണ്ടാക്കിയത് മാതിരി അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് നല്ലത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഏതായാലും സുകുമാരൻ നായർ എങ്ങോട്ടേക്കാണ് NSSനെ നയിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയുടെ 1-ാം പേജ് തരുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ട ഒരു വാർത്തയാണ്. സത്യത്തിൽ എല്ലാ പത്രങ്ങളും അത് തരുന്നു. കീഴാറ്റൂരിൽ നിന്നാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. കീഴാറ്റൂരിലെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഭൂമി സമരക്കാർ തന്നെ നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. വലിയ പ്രക്ഷോഭം അരങ്ങേറിയ സ്ഥലമാണത്. അവിടുത്തെ വയൽക്കിളികൾ വയലേലകളുടെ സംരക്ഷണാർത്ഥം നടത്തിയ സമരത്തിന് ആരൊക്കെ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്? BJP ആ സമരത്തിന് സഹായം നൽകി, പിന്നണി സഹായം നൽകി, വൻതോതിൽ അവിടെ പോവുകയുണ്ടായി. കോൺഗ്രസും വെറുതെ ഇരുന്നില്ല, VM സുധീരനും ഒക്കെ അങ്ങോട്ടേക്ക് കുതിച്ചു, പ്രതിപക്ഷ നേതാവും എത്തി. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ, മാവോയിസ്റ്റുകൾ ഒക്കെ അവിടെ എത്തിച്ചേരുകയുണ്ടായി. ആ നിലയ്ക്ക് വലിയ ബഹുജനപരമായ ഒരു സമരമാണ് അത് എന്ന് തോന്നൽ ഉളവാക്കിയിട്ട് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത പ്രകാരമാണെങ്കിൽ എല്ലാവരും ഭൂമി വിട്ടു നിൽക്കാനുള്ള സമ്മതപത്രം നൽകുന്നു എന്ന നിലയ്ക്ക് അത് എത്തിയിരിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ 1-ാം പുറം തരുന്നത്. ദേശീയപാത ബൈപ്പാസിനായി തളിപ്പറമ്പ് കീഴാറ്റൂരിൽ നാട്ടുകാരെല്ലാം ഭൂമി വിട്ടു നൽകി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം നയിച്ച വയൽക്കിളി സംഘം നേതാവ് സുരേഷ് കീഴാറ്റൂരിൻ്റെ അമ്മ C. ജാനകി, സഹോദരി രജിത, സുരേഷിന്റെ സുഹൃത്ത്, സമരത്തിന് നേതൃത്വം നൽകിയ നെല്ലിക്കൽ ബൈജുവിൻ്റെ അമ്മ നെല്ലിക്കൽ ജാനകി, ബാബുക്കാട് നാരായണൻ നമ്പ്യാർ, പോത്തേര നാരായണൻ നമ്പ്യാർ, T. ബാലൻ തുടങ്ങിയവരാണ് ഭൂമിയുടെ പ്രമാണവും രേഖകളും ഉൾപ്പെടെ റവന്യൂ അധികൃതർക്ക് കൈമാറിയത്. BJP ആണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ വഞ്ചന നടത്തിയത്. BJP ആ സമരത്തിലെത്തുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിലും ഗഡ്കരിയുടെ ഓഫീസിൻ്റെ 7 അയൽവക്കത്തെത്താൻ അവർ ശ്രദ്ധിച്ചതേയില്ല. ശബരിമല പോലെ തന്നെ തങ്ങൾക്കെന്ത് രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ കഴിയും എന്നതിനപ്പുറം ആത്മാർത്ഥമായി പ്രശ്ന പരിഹാരത്തിലൊന്നും ശ്രമിക്കുന്ന രീതി അവിടെയും അവർ കാണിച്ചില്ല. വെള്ളം കലക്കുക, തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക.
ശബരിമലയിലും ഇതുതന്നെയാണല്ലോ ചെയ്തത്. കീഴാറ്റൂരിൽ ബലം കണ്ടില്ല എന്നതുപോലെ തന്നെ ശബരിമലയിൽ ഇപ്പോഴെവിടെ? വലിയ വലിയ വർത്തമാനം പറഞ്ഞവരൊക്കെ ഇപ്പോഴെവിടെ? വിശ്വാസ സംഘത്തെ നയിച്ചവരെവിടെ? അവരെവിടെ പോയി ഒളിച്ചു? അത്രമാത്രം ശുഷ്കമായിരുന്നു ആ പ്രതിരോധങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള സംഭവഗതികൾ. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മോഹൻലാലിനെ സംബന്ധിച്ച വാർത്തയാണ്. അദ്ദേഹം പറയുന്നു രാഷ്ട്രീയത്തിലേക്കില്ല എന്ന്. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് മോഹൻലാൽ പറയുന്ന ആ വാർത്ത ഇങ്ങനെ: രാഷ്ട്രീയം തന്നെ മേഖലയല്ലെന്നും എന്നും അഭിനേതാവായി ഇരിക്കാനാണ് ആഗ്രഹമെന്നും നടൻ മോഹൻലാൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ആണ് മോഹൻലാൽ ഇത് പറഞ്ഞത്. തിരുവനന്തപുരത്ത് മോഹൻലാൽ നിൽക്കുമെന്നും വലിയൊരു യുദ്ധം അക്കാര്യത്തിൽ സംഭവിക്കുമെന്നും തെരഞ്ഞെടുപ്പ് യുദ്ധം സംഭവിക്കുമെന്നും ഒക്കെ BJP-ക്കാർ തന്നെയാണ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, മോഹൻലാൽ നിൽക്കുന്നു എങ്കിൽ അദ്ദേഹവുമായി ബന്ധിപ്പിച്ച് പറയുന്ന ഏക പാർട്ടി BJP-യാണ്. മറ്റു പാർട്ടികളൊന്നും മോഹൻലാലുമായി ബന്ധിപ്പിച്ച് വാർത്തയിലേ എത്തുന്നില്ല. എന്തുകൊണ്ടത് എത്തുന്നില്ല? മോഹൻലാൽ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്, വിശ്വശാന്തി എന്ന സംഘടന. ആ സംഘടനയുടെ സംസ്ഥാന സമിതി അല്ലെങ്കിൽ ഭാരവാഹികളിൽ ഏറിയ കൂറും RSSകാരാണ്. അതിൻ്റെ സൈറ്റിൽ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ എല്ലാവർക്കും കാണാം. കേരളത്തിലെ RSS നേതാക്കളാണ് മിക്കവാറും ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നവർ. എങ്ങനെയാണ് ആകസ്മികമായി സംഭവിക്കുന്നത്? RSS ബന്ധം മോഹൻലാലിന് നന്നേയുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ചാരിറ്റി ഓർഗനൈസേഷനിൽ RSSകാർ ധാരാളമായി കുത്തിത്തിരികപ്പെട്ടിരിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ RSSനോട് ആഭിമുഖ്യമുള്ള ആളാണ് അദ്ദേഹം. ഇടതുപക്ഷത്തോടോ ജനാധിപത്യവാദികളോടോ ഒന്നും ഒരു ആധിപത്യവും ഇപ്പോൾ കൃത്യമായും സവർണ വീക്ഷണമുള്ള ആളുകളെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ, അത് നമ്പൂതിരിയാകാം, അല്ലെങ്കിൽ നമ്പ്യാരാകാം, നായരാകാം, അതിന് താഴേക്കാവില്ല. ആ അർത്ഥത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെ അവതരിപ്പിക്കുന്ന മോഹൻലാലിന് കൃത്യമായും ഒരു സവർണ അനുഭാവമുള്ള ഒരു മനോഭാവമുള്ളത് കൊണ്ടാണ് RSSകാർ അദ്ദേഹത്തിൻ്റെ ചങ്ങാതികളായിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP-യിൽ മത്സരിക്കുമോ ഇല്ലയോ? മത്സരിച്ചാൽ നമുക്കറിയാം, സിനിമാ താരങ്ങളും കേരളക്കരയും തമ്മിലുള്ള ബന്ധം ഗൗരവതരമായി മത്സരിച്ചാൽ തോറ്റുപോകുന്ന അവസ്ഥയാണ്. സിനിമാ താരങ്ങളെ സെല്ലുലോയിഡിനപ്പുറത്ത് നിത്യജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളികൾ ആത്മാർത്ഥമായി കൈയേൽക്കുന്നില്ല. അതാണ് ചരിത്രം. ആ ചരിത്രം അറിയുന്ന ബുദ്ധിമാനായ മോഹൻലാൽ ഇതിനകത്തൊന്നും വീഴില്ല. പരാജയ ഭീതി തന്നെയാണ് മത്സരിക്കാതിരിക്കുന്നതിന് കാരണം. അതിന് വലിയ വലിയ കാര്യങ്ങൾ വെറുതെ പറയുന്നു എന്നു മാത്രം. 1% പ്രളയ സെസ്സിൻ്റെ കൂട്ടൻ അത് നീട്ടിവെച്ചേക്കുമെന്ന വാർത്ത മലയാള മനോരമ തരുന്നു. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി അത് അവതരിപ്പിച്ചതും കേരളക്കരയ്ക്ക് മനസ്സിലാകുന്നതുമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 1% സെസ് വർധന, വരുത്താവുന്ന വിലക്കയറ്റം താൽക്കാലികമായെങ്കിലും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ധനമന്ത്രി. മലയാള മനോരമ വാർത്ത 1-ാം പേജിൽ കാണുക. 1% പ്രളയ സെസ് ചുമത്തുന്നത് നീട്ടിവെച്ചേക്കും. ഏപ്രിൽ 1 മുതൽ ചുമത്താനിരുന്നത് നീട്ടുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് GST സോഫ്റ്റ്വെയർ മാറ്റം വരുത്തേണ്ടതിനാലാണ് വൈകുന്നത് എന്ന് മന്ത്രി ഐസക്. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ സംസ്ഥാന സർക്കാർ ചുമത്താൻ തീരുമാനിച്ച 1% പ്രളയ സെസ് പ്രാബല്യത്തിലാക്കുന്നത് നീട്ടിവെക്കുമെന്ന് സൂചന നൽകി മന്ത്രി TM തോമസ് ഐസക് പ്രസ്താവന നടത്തിയെന്നാണ് വാർത്ത. KSRTC നിയമനം PSC ലിസ്റ്റിൽ വേണമെന്ന് കോടതി ശഠിച്ചിരിക്കുന്നു. അത് വൻതോതിൽ ഇടിവെട്ടായിട്ടാണ് പാനലിൽ സമരം ചെയ്യുന്ന പാനലിൻ്റെ ജീവനക്കാർക്ക് ഭവിച്ചിരിക്കുന്നത്. മാധ്യമം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. വാർത്ത ഇങ്ങനെ: KSRTC കണ്ടക്ടർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് PSC ശുപാർശ ലഭിച്ചവരുണ്ടായിരിക്കെ ഈ ഒഴിവുകളിൽ പാനൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാകില്ല എന്ന് ഹൈക്കോടതി അത് നിയമപരമായി തെറ്റാണ് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വകുപ്പ് മന്ത്രി കൈമലർത്തുന്നു. അതുകൊണ്ട് തന്നെ പാനലിൻ്റെ ജീവനക്കാരുടെ സമരത്തിന് വലിയ ഫലം പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന നാം ഇഷ്ടപ്പെടാത്ത യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. മംഗളം എന്ന പത്രം ഇന്ന് 1-ാം പുറം ആദ്യ വാർത്തയായി തരുന്നത് വിജയ് മല്യ ഇന്ത്യയിലേക്ക് വരുമെന്ന വാർത്തയാണ്. കോടികൾ തട്ടിച്ചു മുങ്ങിയ വിവാദ വ്യവസായി വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ ബ്രിട്ടന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവിൽ UK ആഭ്യന്തര സെക്രട്ടറി സാജിദ് ജാവിദ് ഒപ്പുവെച്ചു. സർക്കാർ ഉത്തരവിലെ 2 ആഴ്ചയ്ക്കുള്ളിൽ മല്യയ്ക്ക്
മേൽക്കോടതിയിൽ അപ്പീൽ നൽകാം. അങ്ങനെ അപ്പീൽ നൽകിയാൽ പിന്നെയും ആ കൈമാറ്റം വൈകാനിടയുണ്ട്. ശബരിമലയിൽ ശുദ്ധികലശം നടത്തി നമ്മുടെ തന്ത്രി രാജീവൻ തന്ത്രി നടത്തിയ ആ ശുദ്ധികലശത്തിൽ അദ്ദേഹം നൽകിയ വിശദീകരണമുണ്ടല്ലോ, ആ വിശദീകരണത്തിൽ പുള്ളി നൈസായിട്ട് മലക്കം മറിഞ്ഞു. ആ മലക്കം മറിഞ്ഞിലെ വിശദാംശങ്ങൾ കേരള കൗമുദിയുടെ ഒന്നാം പുറം തരുന്നു. ശബരിമല നടയടച്ച ശുദ്ധിക്രിയ സുപ്രീം കോടതി വിധി ലംഘിച്ചിട്ടില്ല. സ്ത്രീകൾ പ്രവേശിച്ചത് കൊണ്ടാണ് ശുദ്ധിക്രിയ നടത്തിയതെന്ന് മാലോകർക്കെല്ലാം അറിയാം. തന്ത്രി പക്ഷെ കാലുമാറിയ അതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് താനെന്ന നിലപാട് വരും. അതിൽ ഭയമുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കളി അതാണ്. കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ സുപ്രീം കോടതി വിധിയുടെ എതിരല്ല, പക്ഷേ വിശ്വാസ സംരക്ഷണം വേണം. ഇനി BJP-ക്കാരോട് ചോദിച്ചാലും സുപ്രീം കോടതി വിധിക്ക് എതിരെ സംസാരിക്കില്ല, പേടിയാണ്. മറിച്ച് വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും. ആചാര സംരക്ഷണമാണ്, അന്ധവിശ്വാസ സംരക്ഷണമാണ്, അനാചാര സംരക്ഷണമാണ്, സ്ത്രീക്ക് കയറിക്കൂടാ എന്ന സംരക്ഷണം. അപ്പം ആ അർത്ഥത്തിൽ കള്ളം മറച്ചു വെച്ച സംസാരം കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നുമൊക്കെ ആ വിദ്യ ഈ തന്ത്രി രാജീവനും പഠിച്ചിരിക്കുന്നു. വാർത്ത ഇങ്ങനെ: ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി ലംഘിച്ചിട്ടില്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവ് വ്യക്തമാക്കി. യുവതീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ച ശുദ്ധക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം ആരാഞ്ഞ് ദേവസ്വം ബോർഡ് നൽകിയ നോട്ടീസിന് തന്ത്രി ഇന്നലെ നൽകിയ മറുപടിയിലാണ് പറഞ്ഞത്. സത്യത്തിൽ ശുദ്ധിക്രിയ നടത്തിയത് എന്താ പറയുക, അതിനു മുമ്പ് തന്നെ നടന്ന സംഭവഗതികളിൽ ദൈവതത്തിൻ്റെ ചൈതന്യത്തിന് നഷ്ടം വന്നിരിക്കുന്നു എന്ന് കണ്ടാണ്, അല്ല സ്ത്രീ പ്രവേശനവുമായി ബന്ധിപ്പിച്ചേ അല്ല എന്ന് പറയുന്നത് വഴി അദ്ദേഹം യഥാർത്ഥത്തിൽ തടി തപ്പുകയാണ് ചെയ്യുന്നത്. അതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നതാണ് സത്യം. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ മോദിയെക്കുറിച്ച് സീതാറാം യെച്ചൂരി ദേശാഭിമാനി ലേഖനം എഴുതുന്നു. വ്യാകുലനായ മോദി ആശയറ്റ് BJP. പഴയ പ്രതീക്ഷകൾ ഇന്ന് അവർക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചുവരെഴുത്തുകൾ വായിച്ച് നരേന്ദ്രമോദി വ്യാകുലചിത്തനാണ്. BJP-യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക ലക്ഷ്യമാക്കി മതനിരപേക്ഷ പ്രതിപക്ഷ കക്ഷികളുടെ വളർന്നു വരുന്ന യോജിപ്പ് അവസരവാദത്തിൻ്റെയും പണച്ചാക്കുകളുടെയും യോജിപ്പുമായും മറ്റും ചിത്രീകരിച്ച് പരിഹസിച്ച് തള്ളുകയാണ് മോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം മോദിയും മറ്റുള്ളവരും തമ്മിലായിരിക്കുമെന്നാണ് പ്രചരണം. എന്നാൽ യഥാർത്ഥ വസ്തുത അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 57 മാസത്തിനിടയ്ക്ക് സാമ്പത്തിക മേഖലയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും സാമൂഹ്യ ഐക്യത്തെയും തകർത്തതിൽ ജനങ്ങളിൽ കടുത്ത അമർഷമുണ്ട്. കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച തീക്ഷ്ണമായ സമരങ്ങൾക്കും പാർലമെന്റിന് മുൻ നടത്തിയ റാലിക്കും പിന്നിലുള്ള കാരണവും മറ്റൊന്നല്ല. 200 കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ 21 രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി. കർഷക ആത്മഹത്യ തടയാനും കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനും കാർഷിക വായ്പകൾ എഴുതിത്തള്ളാനും ഉൽപാദന ചെലവിൻ്റെ 1.5 ഇരട്ടി താങ്ങുവില നിശ്ചയിക്കാനും ആവശ്യപ്പെട്ടുള്ള നിയമനിർമ്മാണത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുകയും ചെയ്തു. അത് വലിയൊരു മാറ്റമാണ്. പ്രതിപക്ഷ നിരയിലെ ഭിന്നിപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 31% വോട്ട് മാത്രം നേടിയിട്ടും അധികാരമേറാൻ മോദിയെ സഹായിച്ചത്, BJP-യെ സഹായിച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ്. ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷത്തിന് 69% വോട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ ഐക്യമാണ് മോദിയെ വ്യാകുല ചിത്തനാക്കുന്നത്, BJP-ക്ക് ആശയറ്റ് പോകുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ഹൈക്കോടതി കൂടി കൈവിട്ടതോടെ പാനലിന്റെ ജീവനക്കാർ പെരുവഴിയിലായി പൂർണ്ണമായും. ഈ ചിത്രം കാണുക. ഇത് പാനലിന്റെ ജീവനക്കാരാണ്. അവരുടെ വെള്ള പുതച്ച് പ്രതീകാത്മക മരണം വിളംബരം ചെയ്യുന്ന ജീവനക്കാരുടെ സമരചിത്രം ഇന്ന് മാതൃഭൂമി നഗരപുറം തരുമ്പോൾ പരാജയത്തിലേക്ക് സഞ്ചരിക്കുന്നതാണോ ഈ സമരം എന്ന സന്ദേഹം നമുക്ക് ജനിപ്പിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.